ഒരു തണൽ തന്നെയാണ്. ഇത്രയും പെട്ടു ഇത് നോക്കി ആണോ? ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. അതായത് ഇന്ന് ഇപ്പം നമ്മൾ കറക്റ്റ് ഉള്ളത് കട്ടപ്പനയാട്ടോ. കട്ടപ്പനയിൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അഞ്ചുരുളി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അഞ്ചുരുളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ഗുഹയുണ്ട്, അതിൻ്റെ അകത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. ആ ഒരു ഗുഹയെന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് കയറ്റി വിടത്തില്ല എന്നാണ് പറയുന്നത്. അതായത് അവിടെ വേലിയൊക്കെ വെച്ച് അടച്ചേക്കുവാണ്. കാരണം ഒത്തിരി ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറ്റി വിടുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ അവിടെ കയറ്റി വിടുമോയെന്ന് അറിയത്തില്ല കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ആ ഒരു സൈഡിലൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കൂടെ ഒക്കെ നിൽക്കാം, അതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത് അഞ്ചുരുളിനെ കുറിച്ചാട്ടോ. അതപ്പോൾ അഞ്ചുരുളി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത് അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ഥലമാണ്. നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ ഫഹദ് ഫസലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു സിനിമയ്ക്കകത്തെല്ലാം ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്, ആ ഒരു സ്പോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ 2 വണ്ടിയാട്ടോ പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, ഗോകുലുണ്ട്, പിന്നെ ജിൻസുണ്ട്, പിന്നെ ജിൻസിൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ജിൻസിൻ്റെ ഒരു കമ്പനിക്കാരിയുണ്ട്, അതായത് ജെസിക്ക എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ അടുത്ത് കയറിയ ആൾ എൻ്റെ ലൈനാണെന്ന് വിചാരിക്കുന്നവർക്ക് എൻ്റെ ലൈനൊന്നും അല്ല കേട്ടോ. അത് ജിൻസിൻ്റെ പെങ്ങളാണ്, സ്വന്തം പെങ്ങളാണ്. ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു. സ്റ്റിൽ ഒന്നുകൂടെ പറഞ്ഞതാട്ടോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ കാര്യങ്ങൾ. ഈ റോഡ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ് കുറേ ഇടയായിട്ട്. ഇതിപ്പോൾ 20 ഏക്കറാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗിൻ്റെ അകത്തും, കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പിൾ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോയ ടൈമിൽ നമ്മളിവിടെ എടുത്തായിരുന്നു. റോഡ് സ്റ്റിൽ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു വഴിയാണ് നമ്മുടെ ട്രിപ്പിൾ വാട്ടർഫോൾസിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവുക. അടിപൊളി സ്പോട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കക്കാട്ടുകട എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാട്ടോ നമുക്ക് അഞ്ചുരുളിക്ക് തിരിയുന്നത്. ഇതിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ, അഞ്ചുരുളി 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അഞ്ചുരുളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചുരുളിയിലെ മെയിൻ അട്രാക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. അത് നല്ല രസം കേട്ടോ വെള്ളം കിടക്കുന്നത്. ഇടുക്കി ഡാമിൻ്റെ വെള്ളം തന്നെയാണ് ആ കിടക്കുന്നത്, ഇടുക്കി ഡാമിലേക്ക് വരുന്ന വെള്ളം. പക്ഷേ അതൊന്നും അല്ല അവിടുത്തെ ഒരു ഹൈലൈറ്റ്. അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തണൽ തന്നെയാണ്. ഒരു ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു തണൽ കാണാനായിട്ട്. ഒരു 5 കിലോമീറ്റേഴ്സ് അടുത്തുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്തോടെ ഞങ്ങളൊരു പകുതിയൊക്കെ നടന്നു പോയിട്ടുണ്ട്. അത് മൊത്തം നടന്നു പോകാൻ പറ്റത്തില്ലെന്നല്ല, പറ്റും, വേണമെങ്കിൽ പോകാനുള്ളേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊരു കുറച്ചൊരു 1 കിലോമീറ്റർ പോലും കഷ്ടിച്ച് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം കുറച്ചകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് ഓക്സിജനൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് തോന്നുന്നത്. നമുക്ക് ശ്വാസമൊക്കെ എടുക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും കേട്ടോ. പിന്നെ വവ്വാലുണ്ട് മൊത്തം. എങ്ങാനും കയറി ചെല്ലുമ്പോൾ പോലെ വവ്വാലും കടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ ബാറ്റ്മാനായിട്ട് നമുക്ക് അതിൽ നടക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒത്തിരി നമുക്ക് റിസ്ക് എടുത്ത് അങ്ങനെ കയറി പോകാനും പറ്റത്തില്ല. എന്തായാലും ആ ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ. അതായത് ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് അവിടെ പോയിരിക്കാൻ. സൺസെറ്റൊക്കെ കണ്ട് നൈസാണ്. നോക്കിയാൽ ഇതെല്ലാം അങ്ങോട്ടുള്ളൊരു വെള്ളമാണ്. ഇവിടെ ഒരു ഇതൊക്കെയുണ്ട്, ഫാമേഴ്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഇതൊരു ഹോം സ്റ്റേ പോലെ ആയിരുന്നു, ഇപ്പോൾ ഇത് ബേക്കറി എന്തോ സംഭവം ആക്കിയിട്ടുണ്ട്. നൈസാട്ടോ അത്. അതിൻ്റെ സെറ്റൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. ഒരു മരം നോക്കിക്കേ, എൻ്റെ മോനെ. ഇല്ല, ഇനി തെറിക്കത്തില്ലടാ. പിന്നെ ഇത് നോക്കി, ഈ സൈഡിൽ കൂടെ ഈ ഒരു
സാധനമൊക്കെ എങ്ങനെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ പണ്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെ നിന്നിട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് നൈസ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഫോട്ടോ ഒന്നും ഇപ്പോൾ ഇല്ല. ഒക്കെ വേറെ ആൾക്കാരായിരുന്നു ഇട്ടിരുന്നത്. അതായത് നമ്മുടെ വിഷ്ണുവും, അതായത് NS കിഡും പിന്നെ ഡെമോ കിഡും ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതേ ഇവിടുന്ന് വെള്ളം കിടക്കുന്നതൊക്കെ കാണാം. ഇതെന്നാടെ ഉരുള് പൊട്ടിയതാണോ? അതിനെ ഉരുള് പൊട്ടിയതാണോ? ഓ അതേന്ന് തോന്നുന്നു കേട്ടോ. നോക്കിക്കേ, മൊത്തം ആൾക്കാരാണല്ലോ. താഴെ മൊത്തം വെള്ളമാടാ. ഇവിടെ ഇറങ്ങിപ്പോയാലും കടയല്ല, അവധിയാണല്ലോ. കണ്ട വെള്ളം കിടക്കുക. പോട്ടർ അവിടെയും വരെ ഇറങ്ങാം. അയ്യോ വിഷയം കേട്ടോ. ഇത്രയും വെള്ളം കയറി. എൻ്റെ പൊന്നു. നമുക്ക് ഇതിലെല്ലാം നടക്കാമായിരുന്നല്ലോ. ഇതിലെല്ലാം നടക്കാമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും നടക്കത്തില്ല. പിന്നെ ഇത് അവിടെ ഈ ഒരു കാണാൻ നമുക്ക് ഇത്ര രീതിയിൽ അതിലേക്ക് പോകാം കേട്ടോ. പക്ഷെ അങ്ങോട്ട് ഒത്തിരി പോകാൻ പറ്റത്തില്ല. ഫുള്ള് സീൻ. എൻ്റെ മോൻ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളിയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മണ്ടയിലേക്ക് പോവാം. എന്താടാ ഇതിൻ്റെ അകത്തൂടെ വണ്ടി ഇറക്കാമായിരുന്നു. നമുക്കിത് ആ ഒരു കുപ്പി കിടക്കുന്നത് കാണാൻ പറ്റും. അത്ര ആ ഒരു ലെവലിൽ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിഞ്ഞു പോവും. വെറുതെ നമ്മളതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഇല്ലെങ്കിൽ ജെൻസ് ഒരു കൈ നോക്കിയേനെ അല്ലേടാ. ദേ പോന്നു. പെട്ടു ഗൈസ്, പെട്ട് ഗൈസ്. എൻ്റെ മോനെ. അവൻ അതിൻ്റെ അകത്തോടെ ഇറക്കിക്കൊണ്ട് പോയിട്ടോ. ഞാൻ ഇറക്കുന്നില്ല. എനിക്ക് വയ്യ, ഷൂസൊക്കെ നനഞ്ഞിനി പോവാൻ. അതിലേ കയറൂടാ. കയറുമെന്ന് പ്രതീക്ഷിക്കാം. അയ്യടാ. ഇവിടെ ഫുള്ള് ഇന്ന് ക്ലോസ്. ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയേക്കുന്നു. നോക്കി. അത് കൊള്ളാം. നമുക്ക് വണ്ടി ഇവിടെ വെച്ചേക്കാം. വണ്ടി ഇവിടെ വെച്ചേക്കാം. കടയല്ല ഇന്ന് അവധി. എന്താണോ എന്തോ. ഇതിലെ ഓഫ് റോഡ് ഇറക്കി കഴിഞ്ഞാൽ നിന്നെ അടിച്ച് അവിടെ ഉറക്കും നിന്നെ. എടാ നീ വേണം നടന്ന് ഓഫ് റോഡ് ഇരിക്കുക. ഇതിൻ്റെ അതോടെ ചാർജൻസേ. കമോൺ, പവർ വരട്ടെ. എന്നാ ഇത് പിടിച്ചോ. ഇത് ഫുള്ള് കല്ലാണ്. നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലെയൊക്കെ നമുക്ക് നടന്നു വരായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഫുള്ള് വെള്ളമായി. ഫുള്ള് വിഷയം കേട്ടോ. ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കുറച്ച് വെള്ളം കണ്ടായതേ ഉള്ളൂ വെച്ചിട്ട് കേട്ടോ. ഇത് വേണേൽ നിങ്ങളൊന്ന് വായിച്ചോ. നീളം 5 കിലോമീറ്റർ, വ്യാസം 24 അടി, 15 അടി നീളത്തിനുള്ളിലേക്ക് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വേണേൽ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചോ. ഞാൻ ഇവിടെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്കങ്ങോട്ട് മുന്നറിയിപ്പുണ്ട്. ഗെറ്റ് ഇൻ ടു ദ ഡാം ഈസ് ഡേഞ്ചറസ്. കണ്ടോ, അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതെ, ഇത് തുറന്നിട്ടുണ്ട്. സൈഡിൽ കൂടെ നമുക്ക് പോകാം കേട്ടോ. മീൻസ് അങ്ങനല്ല, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാമെന്നേ ഉള്ളൂ.
എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടുത്തെ ഞാൻ നോക്കട്ടെ പണ്ടത്തെ വെള്ളം കുറഞ്ഞ ടൈമിലുള്ള ഫോട്ടോയോ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒത്തി ആഡ് ചെയ്തേക്കാം. പക്ഷേ കാണാൻ ചാൻസ് കുറവാണ്. എങ്ങാനും വല്ലോ സേവ് ചെയ്ത് കിടക്കുന്നതിലും ഉണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. നോക്കി ഗുഹ നോക്കി. ഓ മൈ ഗോഡ്, ഞാൻ അവിടെ ഒരു തന്നെ ഇടാം. മറിയേ ശരി, ഞാൻ നോക്കട്ടെ ഇവിടൊക്കെ എന്ത് താഴ്ച ഉണ്ടാകുന്നതാണെന്നറിയാവോ എൻ്റെ പൊന്നെ. ഇത് നോക്കി, അതാണ് അഞ്ചുരുളി ടണൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലാട്ടോ കല്യാണത്തണ്ടെന്ന് പറയുന്നത് ആ ഒരു സ്പോട്ട്. അത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഉള്ള റിവ്യൂ ആണ്. ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കൊടുത്തേക്കാം, ജസ്റ്റ് നിങ്ങൾ കയറി നോക്കുക. ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സംഭവം അടിപൊളിയാട്ടോ, വേറെ ലെവൽ വൈബ് പവർ. നോക്കി ഈ ഒരു നമുക്ക് ഇതിലെല്ലാം പണ്ട് പോകാമായിരുന്നു. മീൻസ് ഇതിലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആ ഒരു വഴി അങ്ങനെ നടന്നൊക്കെ പോകാമായിരുന്നു. ഞാൻ നോക്കട്ടെ, എൻ്റെ ഈ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കട്ടെ കേട്ടോ. ഇതുണ്ടോ ഫുൾ സ്പോട്ട്, വിഷയം സ്ഥലം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. യെസ്, ഇത് അവസാനമായിട്ട് ഇതും കൂടെ ഒന്ന് കണ്ടോളൂ. ഓ മൈ ഗോഡ് അടാ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം. തെന്നി കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ കിടക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല കുഴിയുള്ള സ്ഥലമാണ്. ഒരു 10 അടിയെങ്കിലും താഴ്ച കാണാൻ ചാൻസ് ഉണ്ട്. 10ഒന്നുമല്ല, 10, 20, 30 അടി മേളിൽ താഴ്ചയുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചാടണമെങ്കിൽ അയ്യോ യെസ്, ഫുള്ള് വിഷയമാട്ടോ ഇവിടെ. പക്ഷേ സ്ഥലം അടിപൊളിയാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. പക്ഷേ ഇവിടെ ഇത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ്, നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലല്ലേ കിടക്കുന്നത്. നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അതായത് ഇത്രയും ഹൈറ്റ്, അവിടെ നിന്ന് ഇത്രയും ഹൈറ്റ്, ആ ഒരു ഹൈറ്റ് തന്നെ താഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഭയങ്കരമായിട്ട് കൂടി. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഫുള്ള് നീല കളറൊരു വെള്ളം, നീലയല്ല ഒരു പച്ച, അതോ നീല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറൊന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ്. അവിടത്തെ കൂട്ടണ്ട, ഇങ്ങോട്ടുള്ളത് ബ്ലഡി ഫുൾ. അയ്യോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. ഈ ഒരു സ്ഥലം നോക്കി, സ്ഥലം അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പൊക്കെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വേറൊരു റൂട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോഴൊക്കെ ഇതിലേ കയറി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സ്പോട്ട് കാണാനായിട്ട്. ആണോ? ഹലോ, പേരെങ്ങനെ? അഖിലേ? എൻ്റെ എവിടെ പോവാ രണ്ടുപേരും കൂടെ? അഞ്ചുരുളി വരെ പോയിട്ട് വരുവാണോ? അതുകൊള്ളാം. ഞങ്ങളും അഞ്ചുരുളി വരെ പോയതാ. ഓക്കെ, രസമല്ലേ? പിന്നെന്നാ, ഒരു ഹായ് പറഞ്ഞേര്. ഹായ്. കൊള്ളാം. ഇപ്പം എവിടെ പോവാ? വീട്ടിൽ പോവാണോ? വീടെവിടാ? ആണോ? കൊള്ളാം കൊള്ളാം. അപ്പം ഗായ്സ്, ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ഒന്നുമില്ല, ഒരു ചെറുതൊരെണ്ണമായിരുന്നു. ജസ്റ്റ് നമ്മൾ ആ ഒരു അഞ്ചുരുളിയിൽ പോയി അങ്ങനെ കുറച്ച് ഇത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റ. എടാ ഒരു ടാറ്റ. ടാറ്റ. ഓക്കെ, ബൈ.